ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. വ്യാവസായിക പ്രക്രിയകൾക്കുള്ള നടപടികൾ ലളിതമാക്കിയതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര ബജറ്റ് ഊർജ്ജം പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കൂടുതൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദി കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് തടഞ്ഞ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഊർജ്ജ സംരക്ഷണ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. ICC പുരുഷ 2020 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് പോരാട്ടം. വാർത്തകൾ വിശദമായി. വ്യാവസായിക പ്രക്രിയകൾക്കുള്ള നടപടികൾ ലളിതമാക്കുകയും സാങ്കേതിക വിദ്യകൾക്ക് ഊന്നൽ നൽകുകയും ചെയ്തതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര ബജറ്റ് ഊർജ്ജം പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതിക വിദ്യ, പരിഷ്കാരങ്ങൾ, ധനകാര്യം എന്ന വിഷയത്തിൽ നടക്കുന്ന ബജറ്റാനന്തര വെബിനാറിനെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ രാജസ്ഥാനും ഗുജറാത്തും സന്ദർശിക്കും. രാവിലെ രാജസ്ഥാനിലെ അജ്മീറിൽ 16,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും അദ്ദേഹം നിർവഹിക്കും. ഗർഭാശയമുഖ അർബുദം തുടങ്ങിയവ തടയുന്നതിനായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്കുള്ള HPV വാക്സിനേഷൻ യജ്ഞത്തിനും തുടക്കം കുറിക്കും. ഉച്ചയ്ക്ക് ശേഷം ഗുജറാത്തിലെത്തുന്ന പ്രധാനമന്ത്രി സാനന്ദിൽ സെമി കണ്ടക്ടർ അസംബ്ലി, ടെസ്റ്റ് ആൻഡ് പാക്കേജിംഗ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കേരളത്തിൽ കൂടുതൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേരളത്തിലെ ആദ്യത്തെ ഫ്യൂച്ചർ സ്കിൽ സെന്റർ അങ്കമാലി ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയും ഓട്ടോമേഷനും ആഗോള ഭൂപ്രകൃതിയെ തന്നെ പുനർനിർമ്മിക്കുമ്പോൾ ഫ്യൂച്ചർ സ്കിൽ ലാബുകൾ പോലുള്ള സംരംഭങ്ങൾ യുവതയെ ഉന്നത ശ്രേണിയിലെ തൊഴിലിനായി സജ്ജമാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നാളെ തിരുവനന്തപുരം ആക്കുളത്തെ രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി ക്യാമ്പസിലെ ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സൗകര്യത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിക്കും. റീകോമ്പിനന്റ് സെല്ലുകൾക്കും സെൻസറുകൾക്കുമുള്ള ദേശീയ സംവിധാനം അദ്ദേഹം നാടിന് സമർപ്പിക്കും. ചടങ്ങിൽ ശാസ്ത്രദിന പരിപാടിയും കേന്ദ്രമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തിരുവാഭരണം മുൻ കമ്മീഷണർ KS ബൈജുവിന് ജാമ്യം. ദ്വാരപാലക ശില്പ കേസിലാണ് കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യം അനുവദിച്ചത്. കട്ടളപ്പാളി കേസിൽ നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. KS ബൈജു ഇന്ന് ജയിൽ മോചിതനാകും. ദി കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് തടഞ്ഞ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ജസ്റ്റിസുമാരായ സുശ്രുത് അരവിന്ദ് ധർമാധികാരിയും PV ബാലകൃഷ്ണനും അടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. 15 ദിവസത്തേക്ക് സിനിമയുടെ റിലീസ് സ്റ്റേ ചെയ്ത സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നിർമ്മാതാവ് വിപുൽ അമൃത് ലാൽ ഷാ സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ വിധി. ആറ്റുകാൽ പൊങ്കാല പ്രമാണിച്ച് കേരള വാട്ടർ അതോറിറ്റി കൺട്രോൾ റൂം തുറന്നു. വിളിക്കേണ്ട നമ്പർ 9188127947. വാട്ടർ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ വിപുലമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിന്റെ ഗുണനിലവാര പരിശോധന നടത്തുന്നതിനായി വാട്ടർ അതോറിറ്റി ക്വാളിറ്റി കൺട്രോൾ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ പൊങ്കാല കഴിയുന്നതുവരെ പ്രത്യേക സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് പതിപ്പിച്ചിട്ടുള്ള ഗ്രാനൈറ്റുകളിൽ ഭക്തർ ആറ്റുകാൽ പൊങ്കാല ഇടരുതെന്ന നിർദ്ദേശവുമായി ക്ഷേത്രം അധികൃതർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സ്വദേശ് ദർശൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി മോടി പിടിപ്പിച്ചത് ആയതിനാൽ ആണ് നിർദ്ദേശം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്ത് പരമ്പരാഗത ശൈലിയിലാണ് ഗ്രാനൈറ്റുകൾ പതിപ്പിച്ചിട്ടുള്ളത്. മേന്മയുള്ള ഗ്രാനൈറ്റുകളായതിനാൽ വളരെ സൂക്ഷ്മതയോടെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. അടുപ്പുകൂട്ടി പൊങ്കാലയിടുമ്പോൾ കല്ലുകളിൽ കരിപിടിച്ച് ശോഭ നഷ്ടപ്പെടുന്നതിനും തീയുടെ ചൂടേറ്റ് കല്ലുപൊട്ടി നാശം സംഭവിക്കുന്നതിനും പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ചിട്ടുള്ള ഭൂഗർഭ കേബിളുകൾക്ക് ചൂടേറ്റ് നാശം സംഭവിക്കുന്നതിനും സുരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ പ്രവർത്തനരഹിതമാകുന്നതിനും തീപിടുത്തത്തിനും കാരണമായേക്കാം. ഇതിനാലാണ് ക്ഷേത്ര പരിസരത്ത് കല്ല് പതിപ്പിച്ച് നടത്തിയിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾക്ക് മുകളിൽ പൊങ്കാലയർപ്പിക്കാൻ പാടില്ലെന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞു മടങ്ങുന്ന തീർത്ഥാടകർക്കായി തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ഇത്തവണ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സ്റ്റേഷനിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് യാത്രക്കാരുടെ പ്രവേശനത്തിന് മാറ്റം വരുത്തിയിരിക്കുന്നത്. പവർ ഹൌസ് റോഡിലെ കവാടത്തിലൂടെ ഇത്തവണ സ്റ്റേഷനിലേക്ക് പ്രവേശനം അനുവദിക്കില്ല. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഊർജ്ജ സംരക്ഷണ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ 0.9 മില്യൺ യൂണിറ്റ് വൈദ്യുതി ഉപയോഗം കുറച്ചതുൾപ്പെടെയുള്ള നേട്ടങ്ങൾ പരിഗണിച്ചാണ് പുരസ്കാരം. 1 ലക്ഷം രൂപയും ഫലകവും അടങ്ങുന്ന പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി സമ്മാനിച്ചു. കേന്ദ്ര സഹായത്തോടെയുള്ള 140 കോടി രൂപയുടെ പാലക്കാട് വലിയങ്ങാടി വികസന പദ്ധതിക്ക് നഗരസഭായോഗം അംഗീകാരം നൽകി. വിശദ പദ്ധതി റിപ്പോർട്ട് മാർച്ചിന് മുൻപ് കേന്ദ്രത്തിന് സമർപ്പിച്ച് പ്രവൃത്തി ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്. വലിയങ്ങാടിയുടെ തനിമ നിലനിർത്തി പുതിയൊരു ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കുന്ന വിധമുള്ള സമഗ്ര വികസനമാണ് വലിയങ്ങാടി ലോക്കൽ ഏരിയ പ്ലാനിലൂടെ നഗരസഭ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനായുള്ള പ്രാരംഭ സർവേ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട് NITയുടെ സഹായത്തോടെയാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 110 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ലക്ഷ്യമിടുന്നത്. ഫണ്ട് ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്ന് നഗരസഭാ ഭരണസമിതി അറിയിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കാനിടയായ സംഭവത്തിൽ പ്രദേശത്ത് പ്രതിഷേധം തുടരുന്നു. മരിച്ച അനീഷിന്റെ മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വൈകിട്ടോടെ ഫാമിലെത്തിച്ചപ്പോൾ പ്രദേശവാസികൾ തടഞ്ഞു. ഫാമിലെ കാട്ടാന ശല്യം പരിഹരിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയത്. അനീഷിന്റെ കുടുംബത്തിന് മുഴുവൻ നഷ്ടപരിഹാരത്തുകയും ആവശ്യമായ സഹായവും ഉടൻ നൽകുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കേരള പോലീസിലെ ആദ്യ നർക്കോട്ടിക് സ്നിഫർ ഡോഗ് ബ്രൂസ് എന്ന നീലി ഔദ്യോഗികമായി പടിയിറങ്ങി. ഇടുക്കിയിലെ ലഹരി മാഫിയയുടെ ഉറക്കം കെടുത്തിയ 11 വർഷത്തെ വീരോചിതമായ സേവനത്തിന് ശേഷമാണ് ഈ വിരമിക്കൽ. എന്നാൽ ഷെൽട്ടർ ഹോമിലേക്കല്ല നീലിയുടെ യാത്ര, മറിച്ച് തന്റെ പ്രിയപ്പെട്ട സംരക്ഷകൻ രഞ്ജിത്ത് മോഹനോടൊപ്പം തൊടുപുഴയിലെ വീട്ടിലേക്കാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇടുക്കിയിലെ ദുർഘടമായ മലമടക്കുകളിൽ ലഹരി മാഫിയയുടെ ഉറക്കം കെടുത്തിയ ത്രിമൂർത്തികളായിരുന്നു സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് മോഹനും ജെറി ജോർജും ബ്രൂസ് എന്ന ലാബ്രഡോർ നായയും. 2015 വെറും 3 മാസം പ്രായമുള്ളപ്പോഴാണ് ബ്രൂസ് ഇടുക്കി ശ്വാനസേനയുടെ ഭാഗമാകുന്നത്. കേരള പോലീസിലെ ആദ്യത്തെ നാർക്കോട്ടിക് ഡോഗ് എന്ന റെക്കോർഡും ബ്രൂസിന് സ്വന്തം. കഞ്ചാവ് തോട്ടങ്ങൾ കണ്ടെത്താനും അതിർത്തി കടന്നുള്ള ലഹരിമരുന്ന് കടത്ത് തടയാനും ബ്രൂസ് മുൻപന്തിയിലുണ്ടായിരുന്നു. പ്രായം തളർത്തിയപ്പോൾ സേനയിൽ നിന്ന് വിരമിക്കാനുള്ള ഉത്തരവ് വന്നതോടെ ഇടുക്കി AR ക്യാമ്പിൽ നടന്ന ഹൃദ്യമായ ചടങ്ങുകൾക്ക് ശേഷം ബ്രൂസ് തൊടുപുഴയിലെ രഞ്ജിത്തിന്റെ വീട്ടിലേക്കെത്തി. സംസ്ഥാനത്തെ വിവിധ മേഖലകളിലെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. 20 മേഖലകളിലെ തൊഴിലാളികളെയാണ് 2024 തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരത്തിന് പരിഗണിച്ചത്. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇംഗ്ലണ്ട് ഇന്ന് ന്യൂസിലാൻഡിനെ നേരിടും. കൊളംബോയിലെ R പ്രേമദാസ സ്റ്റേഡിയത്തിൽ രാത്രി 7 മണിക്കാണ് മത്സരം. പശ്ചിമ ബംഗാളിലെ അന്തിമ വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കും. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. നിലവിൽ 7,08,00,000 വോട്ടർമാരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 58 ലക്ഷത്തോളം പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഈ വർഷം ജനുവരി 1 18 വയസ്സ് പൂർത്തിയായി തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബന്ധപ്പെട്ട ബൂത്ത് ലെവൽ ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. തിരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി വരെയാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അവസരമുള്ളത്. പശ്ചിമ ബംഗാളിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നിയമിച്ചിരിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർമാർക്കുള്ള പരിശീലന മൊഡ്യൂളിനെ എതിർത്ത സംസ്ഥാന സർക്കാർ തീരുമാനത്തോട് വിയോജിച്ച് സുപ്രീം കോടതി. SIR വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നവരുടെ 80 ലക്ഷത്തോളം വരുന്ന പരാതികൾ കൈകാര്യം ചെയ്യാൻ ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്നുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെ കൂടി നിയോഗിക്കാൻ ചൊവ്വാഴ്ച സുപ്രീം കോടതി അനുമതി നൽകിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. വ്യാവസായിക പ്രക്രിയകൾക്കുള്ള നടപടികൾ ലളിതമാക്കിയതിലൂടെ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കേന്ദ്ര ബജറ്റ് ഊർജ്ജം പകർന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ കൂടുതൽ നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ദി കേരള സ്റ്റോറി 2 സിനിമയുടെ റിലീസ് തടഞ്ഞ കേരള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു. ഊർജ്ജ സംരക്ഷണ മികവിനുള്ള സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിന്. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ കഴിവും ഉൽപാദനക്ഷമതയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി സർക്കാർ നൽകുന്ന തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വിതരണം ചെയ്തു. ICC പുരുഷ T20 ലോകകപ്പ് ക്രിക്കറ്റിലെ സൂപ്പർ 8 മത്സരത്തിൽ ഇന്ന് ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.